ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് ഗോകുലം മൂവീസും ആശീർവാദ് സിനിമാസിൻ്റെയും ബാനറിൽ എത്തിയ എമ്പുരാൻ 43,93 ലക്ഷം രൂപയാണ് സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ഷൻ. രണ്ടാം ദിവസത്തിൽ 100 കോടി ക്ലബിൽ ഇടം നേടിയിരിക്കുകയാണ് എമ്പുരാൻ. മോഹൻലാൽ തന്നെയാണ് ഈ ചരിത്ര നേട്ടം അറിയിച്ചിരിക്കുന്നത്. ആദ്യ ദിവസം തന്നെ 6.25 ലക്ഷം ടിക്കറ്റ് വിറ്റ് ഇന്ത്യൻ സിനിമയിൽ റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നു. ഒറ്റ ദിവസം കൊണ്ട് മലയാള സിനിമയിൽ 50 കോടി കളക്ഷൻ നേടി മലയാള സിനിമയിലെ റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നു. ഇന്റർനാഷണൽ ടച്ചുള്ള ഇന്ത്യൻ സിനിമയാണ് എമ്പുരാൻ. ലൂസിഫർ സ്റ്റീഫന്റെ കഥയാണെങ്കിൽ ഇത് ഖുറേഷിയുടെ കഥയാണ്. ഇതിന്റെ 3-ാം ഭാഗം ഉണ്ടാവും എന്നാണ് കരുതുന്നത്. ബുക്ക് മൈ ഷോയിൽ മണിക്കൂറിൽ 15,000-ന് മുകളിൽ ടിക്കറ്റാണ് കഴിഞ്ഞ 2 ദിവസവും വിറ്റിട്ടുള്ളത്. ആദ്യ അരമണിക്കൂറിൽ ഇന്ത്യൻ പൊളിറ്റിക്സും റിലീജിയൻ വിൽക്കുന്നതും പിന്നീട് കേരള രാഷ്ട്രീയവും ഖുറേഷി ആരാണ് എന്നും അതുപോലെ തന്നെ സെയ്ദ് മസൂദ് ആരാണ് എന്നും വളരെ വ്യക്തമായി പറയുന്നുണ്ട്. KGF, ബാഹുബലി എന്ന സിനിമകളെ പോലെയാണ് സിനിമയുടെ ഫസ്റ്റ് ഭാഗം ചിത്രീകരിച്ചിരിക്കുന്നത്. സിനിമയുടെ പ്രധാന വിഷയം രാഷ്ട്രീയം തന്നെയാണ്. തനി ഹോളിവുഡ് സിനിമ കാണുന്ന ഫീലാണ് ഈ സിനിമയിൽ കാണുന്നത്. സിനിമയുടെ അവസാനം മോഹൻലാലും രാജുവും തകർത്താടുന്ന സീനും ഉണ്ട്. ചില രാഷ്ട്രീയ പ്രവർത്തകരുടെ രാഷ്ട്രീയ വിവാദത്തെ തുടർന്ന് 17 ഭാഗങ്ങളിൽ മാറ്റം വരും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിലുള്ള ഷോ കണ്ടിന്യൂ ചെയ്യുന്നതായും നിർമ്മാതാക്കൾ അറിയിച്ചിട്ടുണ്ട്. അടുത്ത അവധി ദിവസങ്ങൾ കഴിഞ്ഞാലായിരിക്കും മാറ്റങ്ങൾ വരിക. മലയാള സിനിമയിൽ അതിവേഗം 100 കോടി നേടി ചരിത്ര നേട്ടം എമ്പുരാൻ കൈവരിച്ചു. അവധി ദിവസങ്ങളും പെരുന്നാളും കഴിയുമ്പോൾ 250 കോടി കടക്കും എന്നാണ് കരുതുന്നത്. നമുക്ക് കാത്തിരിക്കാം.